സ്വാഗതം. നമ്മൾ ചെയ്യുന്നത് തുടർച്ചയായിട്ടുള്ള ഇത് കുറച്ച് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. നരങ്ങ മാല നേർച്ച വഴിപാട്. ഇത് ഒരുപാട് പേര് ഇങ്ങനെ കൊണ്ടുവരുന്ന കണ്ടായിരുന്നു. ഒരു വണ്ടി നിറയെ നരങ്ങയാണ്. ഇത് ഇതിന് ഒരുപാട് ദൂരമുണ്ട് ഈ ഒരു മാലയ്ക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് ദൂരം ഈ മാലയ്ക്ക് തന്നെ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ അതുപോലെ ഭക്തജനങ്ങൾ ഒരുപാട് ഈ മാല കൊണ്ടുവന്ന് അതുപോലെ ഒരു വണ്ടിയിൽ സാനിറ്റൈസർ ചെയ്തിട്ട് കാഴ്ച നടത്തുന്നു. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞായിരുന്നു നമുക്ക് ഒരു അത്ഭുതം. ആ അത്ഭുതം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാർ പണം വരും പാലം ഈ നമ്മുടെ മണിമല പാലത്തിന് നേരെ കീഴിൽ തന്നെ അധികം ആറ്റിൽ നിന്ന് അധികം പൊക്കമില്ലാത്തൊരു പാലമാണ്. ഞാൻ അതുവഴി നടന്നാണ് പള്ളിയുടെ ആ വഴിയിലേക്ക് കയറി. ഞാനും എൻ്റെ നമ്മുടെ കൂട്ടുകാർക്കും കൂടെ വന്ന കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പം നമുക്കറിയാം എത്രയോ വെള്ളപ്പൊക്കങ്ങൾ വന്നു. പക്ഷേ ഇന്നും ആ വെള്ളപ്പൊക്കത്തിനെ ചെറുത്ത് പാലം നിൽക്കുന്നുണ്ടെങ്കിൽ ആ ബ്രിട്ടീഷുകാർ പണിത അതിൻ്റെ ആ ഒരു ഇതിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ഇന്നിപ്പോൾ നമ്മുടെ ഒരു ബിൽഡിങ്ങോ അല്ലെ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ എന്ത് ഫണ്ട് വെച്ച് എന്ത് സംഭവം ഉണ്ടാക്കിയാലും അതൊക്കെ പെട്ടെന്ന് തന്നെ ഓൺ ദി സ്പോട്ടിൽ തന്നെ പൊളിയുന്ന കാഴ്ചകൾ തന്നെ നമുക്ക് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ കണ്ടു. പക്ഷെ ബ്രിട്ടീഷുകാർ പണിത് പാലം ഇത്രയും വർഷമായിട്ട് അത് ഇത്രയും പേമാരികളും തടികളും ഒഴുകുന്നു തടികളൊക്കെ ഒഴുകി നടത്തുന്ന ഒരു സമയമുണ്ടല്ലോ ആ വെള്ളപ്പൊക്കത്തിന്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പോലും ആ പാലത്തിനൊരു കോട്ടം തട്ടാതെ ഇപ്പോഴും ആ പാലത്തെ കൂടെ നമുക്ക് സഞ്ചരിക്കാമെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അത് ഇതൊരു സാമൂഹികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. സമൂഹമായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് സഞ്ചാരികൾക്ക് ആ പാലം കൊച്ചു പാലമാണ്. അത് അവിടെ എവിടെയൊക്കെ ഇച്ചിരി മണ്ണ് ഇച്ചിരി താഴ്ന്നു കിടപ്പുണ്ട്. എന്നാലും നമുക്ക് അതുവഴി ആ പാലം വഴി നമുക്ക് സഞ്ചരിക്കാം. അക്കരെ ഇക്കരെ നമുക്ക് സഞ്ചരിക്കാമെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും അത് ഇത്രയും തടിയൊക്കെ അതുപോലെ ഇത്രയും വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് അത് പൊളിഞ്ഞു പോകാതെ ഇതുകൊണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സമയത്ത് പണിത പാലമാണ് അക്കരയ്ക്ക് പാലമാണ്. അത് ഇപ്പോൾ 2012 വെള്ളപ്പൊക്കമാണെങ്കിലും അതിനുശേഷം 2023 വെള്ളപ്പൊക്കമാണെന്നാണ് ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്തൊക്കെ ഈ തടിയും ഇതെല്ലാം ഒഴുകി വരുന്ന ഒരു സമയമുണ്ട്. ഇത്രയും ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ആ പാലം ഇപ്പോഴത്തെ അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ പാലം വന്നത്. ഇതിൻ്റെ മണ്ടേ കൂടെയാണ് മറ്റേ നമ്മുടെ പുതിയ പാലം പോയിരിക്കുന്നത്. ഇതിൻ്റെ നേരെ അപ്പുറത്തുള്ളൂ. അത് കാണുമ്പോൾ അറിയാം. ഇതിലിപ്പോഴും നമുക്ക് ഈ പാലത്തെ കൊണ്ട് സഞ്ചരിക്കാമെന്നുള്ളത് അതൊരു ഭയങ്കര അതിശയമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ ഇവിടെ ഓരോരുത്തർ ബഹളം വെക്കും ബ്രിട്ടീഷുകാരിലല്ല നമ്മൾ കളയണം. മുല്ലപ്പെരിയാറിനെ പറ്റി ഒരിക്കലും ഞാനങ്ങനെ പറയത്തില്ല. അത് അതിൻ്റെ കാലശക്തി കഴിഞ്ഞത് തന്നെയാണ്. അത് നമ്മൾ കളയണം. ഇത് നമ്മുടെ കൂട്ടുകാരാണ്. നമ്മളത് ഒന്നിച്ചാണ് ഫാമിലി കൊടുത്തതല്ല. മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനത് പറയത്തില്ല. കാരണം മുല്ലപ്പെരിയാർ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു എൻജിനീയറിങ് വൈഭവം എന്ന് തന്നെ പറയാം. ഇതിനൊരു